വെൽക്കം ബാക്ക് ടു ഓൾ. ബിൽഡിംഗ് ബൈലോസിൻ്റെ 14ാമത്തെ വീഡിയോ ആണിത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ടെർമിനോളജിയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതിൽ നമുക്ക് ഇനി അടുത്ത ടേം പറയാനുള്ളത് സ്റ്റെയർ കവേർഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ശ്രദ്ധിച്ചോളാം. സ്റ്റെയർ കവേർഡ് മീൻസ് ക്യാബിൻ ലൈക്ക് എ സ്ട്രക്ചർ വിത്ത് എ കവറിംഗ് റൂഫ് ഓവർ എ സ്റ്റെയർ കേസ് and it is landing built to enclose only the stairs for the purpose of providing protection from weather and not used for human habitation. Okay. അപ്പം നമ്മൾ ഈ ക്യാബിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ക്യാബിൻ എന്തായിരുന്നു? ഒന്ന് ഓർത്തു നോക്കൂ. നമ്മൾ ക്യാബിൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നോൺ റെസിഡൻഷ്യൽ എൻക്ലോഷറാണ് ഈ ക്യാബിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ക്യാബിനെ പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റെയർ കവേർഡ് എന്നുള്ള ഭാഗം അതെന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റെയറിൻ്റെ മുകളിലത്തെ ഭാഗം കവർ ചെയ്യുന്നു. ഒരു റൂഫ് പോലെ കവർ ചെയ്യുന്ന ഭാഗമാണ് സ്റ്റെയർ കവേർഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ആ ബിൽഡിങ്ങിനുള്ളിൽ താമസിക്കുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു, കാലാവസ്ഥയിൽ നിന്നും റെയിനിൽ നിന്നും അതുപോലെ സണ്ണിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയർ കവറിങ് നൽകുന്നത്. ഓക്കെ. ഇത് ആ ഒരു സ്പേസിൽ നമുക്ക് ഹ്യൂമൻ ഹാബിറ്റേഷൻ ഒരിക്കലും പോസിബിൾ അല്ല. ഓക്കെ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഒരു സ്റ്റെയർ കവറിങ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാബിൻ പോലെ തന്നെയാണ്. റൂഫിൻ്റെ ആ ഒരു മേൽക്കൂരയിൽ സ്റ്റെയറിൻ്റെ മുകൾ ഭാഗത്ത് കവർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തിന്? വെതറിൽ നിന്നൊക്കെ സംരക്ഷണം നൽകാൻ. അടുത്തത് സൺഷെയ്ഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് സൺഷെയ്ഡ് എന്ന് പറയുന്നത്. ഡോറിൻ്റെയും നമ്മുടെ വിൻഡോസിൻ്റെയൊക്കെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോസിനൊക്കെ മുകളിലായിട്ട് ഒരു ചെരിഞ്ഞ രീതിയിലാണ് നമ്മൾ സൺഷെയ്ഡ് കാണിക്കുന്നത്, അല്ലേ? അപ്പം ആ ഭാഗം ഒന്ന് നോക്കുക. നമ്മളിപ്പം പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജനവാതിലിൻ്റെയൊക്കെ മുകളിലായിട്ട് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു പ്രൊജക്ഷൻ കാണും. അതാണ് സൺഷെയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സൺഷെയ്ഡ് എന്തിനാണ് കൊടുക്കുന്നത്? ഈ ഇതുപോലെ തന്നെ സംരക്ഷണം നൽകുക, അതായത് സണ്ണിൽ നിന്നും റെയിനിൽ നിന്നൊക്കെ സംരക്ഷണം നൽകാൻ തന്നെയാണ് സൺഷെയ്ഡ് കൊടുക്കുന്നത്. ഒരു ചെരിവുള്ള ഭാഗമാണ്. ഓക്കെ. ഇത്രയും ആലോചിച്ച് വയ്ക്കാം. ഇനി സ്റ്റോൾ എന്താണ്? സ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലികമായി നിർമ്മിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഓക്കെ. അപ്പം ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്റ്റോർ ചെയ്യാൻ, സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ വിൽക്കുന്നില്ലേ, അപ്പോൾ ആ വിൽക്കുന്ന സമയത്ത് സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കാൻ, അതിനൊക്കെയാണ് സ്റ്റോൾ യൂസ് ചെയ്യുന്നത്. അതൊരു താൽക്കാലികമായ സ്ട്രക്ചറാണ് കേട്ടോ. ഇതാണ് സ്റ്റോളിൻ്റെ ഒരു ഫിഗർ. അപ്പോൾ നമ്മൾ വിൽക്കാനുള്ള സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ട് കണ്ടിട്ടില്ലേ, അതാണ് ഈ സ്റ്റോൾ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു സ്റ്റോളിൻ്റെ ഫോമാണ്. ഓക്കെ. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. സ്റ്റോൾ കഴിഞ്ഞാൽ സ്റ്റോറേജ് ആണ്. അപ്പം ഏതൊരു സാധനം, ഏതൊരു ഗുഡ്സ് ആണെങ്കിലും അതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. സൂക്ഷിച്ച് വെക്കുന്ന ഏതൊരു മെറ്റീരിയലിലും അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം സ്റ്റോറേജ് ബിൽഡിങ്, നമ്മൾ ബിൽഡിങ്ങിലെ ഒരു ടൈപ്പ് ബിൽഡിംഗ് ആണ് സ്റ്റോറേജ് ബിൽഡിംഗ്. അത് നമ്മൾ ആ പോർഷനിൽ പറയും. ഓക്കെ. ഇനി അടുത്ത് സ്റ്റോറി. നിങ്ങൾ പല നിലകൾ, ഫസ്റ്റ് സ്റ്റോറി, സെക്കൻഡ് സ്റ്റോറി അതൊക്കെ പറയാറില്ലേ, അതാണ് ഈ സ്റ്റോറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. സ്റ്റോറി മീൻസ് എനി പോർഷൻ ഓഫ് ബിൽഡിംഗ് ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് എനി ഫ്ലോർ ആൻഡ് ദ സർഫസ് ഓഫ് ഫ്ലോർ നെക്സ്റ്റ് എബവ് ഇറ്റ്. ഓക്കെ. എന്താ പറയുന്നത്? ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് സ്റ്റോറി എന്ന് പറയുന്നത്. ഏതിനിടയിലാണ് ഈ സ്റ്റോറി ഉണ്ടാവുക? ഒരു ഫ്ലോറിൻ്റെ സർഫസ്, അതിൻ്റെ പ്രതലത്തിൽ നിന്നും അതിന് മുകളിലുള്ള സ്റ്റോറി അതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ അതുവരെയുള്ള സ്പേസ് ആണ് നമ്മളെ സ്റ്റോറി എന്ന് പറയുന്നത്. ഒന്നുമില്ല, 2 ഫ്ലോറുകൾക്കിടയിലുള്ള ആ പോർഷൻ, അതാണ് സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇതാണ് കേട്ടോ സ്റ്റോറീൻ്റെ ഫിഗർ. അത് നോക്കി വെച്ചോളാം. അപ്പോൾ 2 ഫ്ലോറുകൾ, ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലോർ ഉണ്ടാവും, ഇവിടെ ഒരു ഫ്ലോർ ഉണ്ടാവും. ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോർ ആണ്, അല്ലേ? അപ്പോൾ അത് തമ്മിലുള്ള അതാണ്, അതിൻ്റെ ഇടയിലുള്ള പോർഷനാണ് സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി സ്ട്രീറ്റ് ലൈൻ ആണ്. അപ്പോൾ സ്ട്രീറ്റ് ലൈൻ മീൻസ് ദ ലൈൻ ഡിഫൈൻ ദ സൈഡ് ലിമിറ്റ് ഓഫ് സ്ട്രീറ്റ്. ഒരു സ്ട്രീറ്റിൻ്റെ സൈഡ് ഭാഗം കാണിക്കുന്ന ലൈനാണ് സ്ട്രീറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ലെവല് കാണിക്കുന്ന ഭാഗമാണ് സ്ട്രീറ്റ് ലെവൽ. ഇനി അടുത്തത് വരാന്ത.
ഇപ്പോൾ വരാന്ത എന്ന് പറഞ്ഞാൽ it is a covered area with at least one side open to the outside, with the exception of parapet, trellis, jolly or grill work on open side. അപ്പം ഇതിന് ഒരു ഭാഗം മാത്രം ഓപ്പൺ ആയിട്ട് കിടക്കും, പുറത്തോട്ട് ഓപ്പൺ ആയിട്ട് കിടക്കും വരാന്തയുടെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വരാന്തയുടെ ഒരു ഭാഗം മാത്രം പുറത്തോട്ട് തുറന്നിരിക്കും. ബാക്കി ഭാഗങ്ങൾ നമ്മൾ എന്ത് വെച്ചിട്ട് ഗ്രില്ലൊക്കെ വെക്കാറില്ലേ? ഓക്കെ, പുറത്തോട്ട് തുറന്നു കിടക്കുന്ന ഭാഗത്ത് ഗ്രില്ല് വെക്കാറില്ല അല്ലേ? അപ്പോൾ സൈഡിലൊക്കെ ഗ്രില്ല് വെക്കാറുണ്ട്. ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വരാന്ത എന്ന് പറഞ്ഞാൽ. ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് വരാന്ത എന്നുള്ളത്. ഇനി വെർട്ടിക്കൽ എസെറ്റ്. വെർട്ടിക്കൽ എസെറ്റ് ആ പേര് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെർട്ടിക്കലായിട്ട് മൂവ്മെൻറ്റ് സാധ്യമാക്കുന്ന ഭാഗങ്ങൾ, വെർട്ടിക്കൽ സർക്കുലേഷൻ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ആവും? സ്റ്റെയർവേ, സ്മോക്ക് പ്രൂഫ് ടവർ, റാംസ്, ഫയർ എസ്കേപ്പർ. ഓക്കെ, റാംസ് എന്താണെന്നൊക്കെ ഓർമ്മയില്ലേ നിങ്ങൾ? ഒരു സ്ലോപ്പിംഗ് ആണ്, സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ സർക്കുലേഷനാണ്. സ്റ്റെയർ പോലെ തന്നെയാണ് റാമ്പ് എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിലൊക്കെ കാണാറുണ്ട് അല്ലേ? ട്രോളീസ്, വെഹിക്കിൾസൊക്കെ മൂവ് ചെയ്യുന്ന ഒരു സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു പോർഷനാണ് റാമ്പ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റെയറിൻ്റെ പോർഷനിലായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് യാർഡ്. അപ്പോൾ യാർഡ് എന്ന് പറഞ്ഞാൽ it is an open space at ground level between a building and adjoining boundary line of the plot. അതായത് നമ്മുടെ ബിൽഡിങ്ങും പിന്നെ അതിന് തൊട്ടടുത്തിട്ടുള്ള പ്ലോട്ട്, അതിൻ്റെ പ്ലോട്ടും തമ്മിലുള്ള ഒരു ഓപ്പൺ സ്പേസാണ് യാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഫ്രണ്ട് യാർഡ് എന്താണെന്ന് നോക്കാം. നോക്കൂ, ഇതൊരു ബിൽഡിംഗ് അല്ലേ? ഈ കാണുന്നത് ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ആ ബിൽഡിങ് ഇതിൻ്റെ പ്ലോട്ടാണത്. അപ്പോൾ ആ പ്ലോട്ടും ബിൽഡിങ്ങും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസാണ് ഫ്രണ്ട് യാർഡ് അല്ലെങ്കിൽ സെറ്റ് ബാക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സൈഡിലുള്ള ഭാഗമാണ് സൈഡ് യാർഡ്, ബാക്കിലുള്ള ഭാഗമാണ് റിയർ യാർഡ്. ഓക്കെ, ഇതൊരു സ്ട്രീറ്റാണ്. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് യാർഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് യാർഡിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സ്പേസ് എക്സ്റ്റെൻഡിങ് ലാറ്ററലി അലോങ് ദ ഫ്രണ്ട് സൈഡ് ഓഫ് ബിൽഡിംഗ് ഫോമിങ് എ പാർട്ട് ഓഫ് പ്ലോട്ട്. നോക്കൂ, നമ്മൾ ബിൽഡിങ്ങിലേക്ക് കടന്നു വരുന്ന ഭാഗമാണ് ഫ്രണ്ട് ഭാഗം അല്ലേ? അപ്പം ആ പ്ലോട്ടിൻ്റെ സൈഡും അതേപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ സൈഡും തമ്മിലുള്ള ലാറ്ററായിട്ടുള്ള ആ ഡിസ്റ്റൻസ് ആണ് ഫ്രണ്ട് യാർഡ്. അപ്പോൾ എന്താണ് സൈഡ് യാർഡ്? പ്ലോട്ടിൻ്റെ ഒരു സൈഡും ബിൽഡിങ്ങിൻ്റെ സൈഡും തമ്മിലുള്ള ലാറ്ററൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് സൈഡ് യാർഡ്. നോക്കാം, യാർഡ് റിയർ യാർഡിൻ്റെ സൈഡാണ് നമ്മൾ പറഞ്ഞല്ലേ. യാർഡ് സൈഡ് മീൻസ് ഓപ്പൺ സ്പേസ് എക്സ്റ്റെൻഡിങ് ലാറ്ററലി ബിറ്റ്വീൻ എനി സൈഡ് ഓഫ് ബിൽഡിംഗ് ഓഫ് പ്ലോട്ട് ഫേസിങ് ദാറ്റ് സൈഡ് അതർ ദാൻ ഫ്രണ്ട് ആൻഡ് റിയർ. ഓക്കെ, അപ്പം ഇനി യാർഡ് റിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ ഈ ഭാഗമാണ് അല്ലേ? അതായത് ബിൽഡിങ്ങിൻ്റെ ബാക്ക് ഭാഗവും അതുപോലെ തന്നെ പ്ലോട്ടിൻ്റെ ബാക്ക് ഭാഗവും തമ്മിലുള്ള ലാറ്ററൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അകലം, അതാണ് യാർഡ് റിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.